നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിനെ കുറിച്ചാണ്. ഫയർ കട്ട്. അതായത് നമ്മുടെ പ്രീമിയർ പ്രോയിൽ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ എന്താണ് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വീഡിയോ കട്ട് ചെയ്തെടുക്കുക. അതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ സൈലൻസ് റിമൂവ് ചെയ്യുക, അങ്ങനെ പല പല ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഈ ഒരു ഫയർ കട്ട് വെച്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് നമുക്ക് എക്സ്റ്റൻസിൻ്റെ അകത്ത് ഫയർ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടോ ഫയർ കട്ട്, ഇതൊരു എക്സ്റ്റേണൽ പ്ലഗിനാണ്. അപ്പോൾ ആ പ്ലഗിൻ്റെ അകത്ത് നമുക്ക് സെറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ സൈലൻസ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ക്ലാസ് എടുത്തതിൻ്റെ ഒരു ഇതാണ് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സൈലൻസസ് കാണും. അപ്പോൾ ഈ സൈലൻസസ് എല്ലാം എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് റിമൂവ് സൈലൻസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ടാബ് വരും. നോക്കിയേ, ഇതിൻ്റെ അകത്തൊരു ടാബിൻ്റെ അകത്ത് സൈലൻസ്, കട്ടിങ്, ടൈറ്റ്നസ്, അതേപോലെ ഓഡിയോ എത്ര എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഓഡിയോ ഉള്ളൂ, സോ ഞാൻ 2 ടിക്ക് മാറ്റി. അതേപോലെ ഫുൾ സീക്വൻസ് എനിക്ക് കട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ അനലൈസ് ഫോർമാറ്റ്, MP3 ലോ യൂസേജ്, ഫാസ്റ്റ് റെൻഡറിങ്, എൻകോഡ്. ഇപ്പോൾ വേവ് ആണെങ്കിൽ വേവ്, അല്ലെങ്കിൽ MP4 ആണെങ്കിൽ MP4. അപ്പോൾ നമുക്കിപ്പോൾ വേവ് ആണുള്ളത്. കട്ടിങ് അൽഗോരിതം റാപ്പിഡ് എന്ന് വെച്ചാൽ ഫോർ 10 to 30 minutes. ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് 30 minutes. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ 20 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റാപ്പിഡ് ഇടുന്നു. പിന്നെ ടർബോ ഉണ്ട് കണ്ടോ, ടർബോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 30 minutesൽ കൂടുതലായിട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ റാപ്പിഡ് ഇടുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗോ. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഗൈസ് ഇപ്പോൾ നോക്കിയേ, ഇതിൻ്റെ അകത്ത് എല്ലായിടത്തും കട്ട് വീണിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഓട്ടോ കട്ടാണ് വീണിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ കണ്ടോ, ഇതിപ്പോൾ എൻ്റെ തുടക്കമായിരുന്നു OBSൻ്റെ. ഞാൻ അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. റൈറ്റ് ക്ലിക്ക്, റിപ്പിൾ ഡിലീറ്റ്, കഴിയും. ഇനി നമുക്ക് അവസാനം നോക്കാം. ഇത്രയും ഭാഗം, അത് അവസാനം ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തു കണ്ടോ. അപ്പോൾ അതൊരു കിടിലം ഒരു സോഫ്റ്റ്വെയറാണ്. ഞാനിപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് ഫയർ കട്ടിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്തു. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫില്ലർ വേർഡ്സ്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള സൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഫില്ലർ വേർഡ്സ് ഗൈഡൻസ് ടു ഓട്ടോ ട്രാക്ക്, കട്ട് ഔട്ട് എനി സൈലൻസ് ഫസ്റ്റ്. അപ്പോൾ എൻ്റെ സൈലൻസും കൂടെ കട്ടാവും. ഞാൻ ഓഡിയോ 1ഉം 2ഉം റിമൂവ് ചെയ്തിട്ട് ഫുൾ സീക്വൻസ് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഇതിന് ഡ്രാഗ് ചെയ്ത് വയ്ക്കണമെന്നില്ല. ഇൻ ആൻഡ് ഔട്ട് പോയിൻ്റ് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ ഫുൾ സീക്വൻസ് ജസ്റ്റ് അനലൈസ് ചെയ്യുക ഓഡിയോ. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ എന്തെങ്കിലും നമ്മുടെ സൗണ്ടിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നോർമലി അങ്ങനെ വരുമല്ലോ, അതെല്ലാം അതിൽ നിന്ന് കട്ടാവും. ഇപ്പോൾ നോക്കിയേ, അതിൻ്റെ അകത്ത് സോറി നോ ഫിൽട്ടർ വേർഡ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ളൊരു ഫിൽട്ടർ വേർഡ്സ് ഇല്ലായിരുന്നു. ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ. അപ്പം അതും കഴിഞ്ഞു. ഞാൻ ബാക്കിലോട്ട് പോയി കഴിഞ്ഞു, റിമൂവ് സൈലൻസസ്. ഇനിയിപ്പോൾ നമുക്ക് ആഡ് സൂംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂംസ് കൊടുക്കാം. ഒരു വട്ടയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സൂം, എവിടെ നിന്ന് വേണം ഇത് സൂം ചെയ്യണമെന്നുള്ളത്. സ്കെയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഞാൻ തൽക്കാലം ഇങ്ങനെ വന്നു. അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടത് അനിമേറ്റ് ചെയ്യാം. അനിമേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കാം. ഞാൻ അതിൻ്റെ അകത്ത് ഫുൾ സീക്വൻസ് കൊടുത്തു. അല്ലെങ്കിൽ നമുക്കൊരു ഇന്നും ഔട്ടും ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ തൈയും ഇവിടെ വെച്ചിട്ട് ഓയും കൊടുത്തു എന്ന് വെച്ചു. അതിന് ശേഷം ഞാൻ ഇൻ ഔട്ട് പോയിൻറ്റ്സിൻ്റെ അകത്ത് നമുക്ക് ലാംഗ്വേജസ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. കണ്ടോ, ഏത് ലാംഗ്വേജസ് ആണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്ത് മലയാളം ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷേ തമിഴും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് US തന്നെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് പെട്ടെന്ന് കഴിയും, കാരണം നമ്മൾ ആ ഒരു ഏരിയ മാത്രമേ സൂമിന് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സൂമിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഇനി ഇവിടെ ഈ ഒരു ഇൻ ഔട്ടിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കാം നമുക്ക്. കണ്ടോ, ജസ്റ്റ് ഒന്ന് സൂം ആയത്, ചെറുതായിട്ടൊന്ന് സൂം ഔട്ടായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ടും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് സൂംസ് കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഹോമിലോട്ട് പോയിട്ട് ഐയും എൻഡിൽ ഓയും കൊടുക്കാം. അപ്പം തുടക്കവും അവസാനവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആഡ് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ഡിറ്റക്ട് ചാപ്റ്റേഴ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എറർ സെലക്ടഡ് സെലക്ഷൻ ഇസ് ടു ലോങ് ഫോർ ഡിറ്റക്ട് ചാപ്റ്റേഴ്സ് ലെസ് ദാൻ 12 minutes. വി ആർ വർക്കിംഗ് ടു ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എന്താണ് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് സ്വല്പം കുറയ്ക്കാം. ഇവിടം വരെ ആക്കി ഒരു മിഡിൽ വെച്ച് ആക്കിയിട്ട് നമുക്കൊന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിറ്റക്ട് ചാപ്റ്റേഴ്സ് കൊടുക്കാം. ഇൻ ആൻഡ് ഔട്ട് പോയിൻറ്റ്സ് ഡിറ്റക്ട് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര നമ്മുടെ യൂട്യൂബിൽ റൈറ്റ് സൈഡിൽ കാണിക്കുമല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ കാണുന്നത്, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ കാണിക്കുമല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഒരു ചാപ്റ്റേഴ്സിന് ഏത് സ്റ്റൈലിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈലിൽ നമുക്കിവിടെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ക്ലിപ്സിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം കണ്ടോ ഇതിൻ്റെ ഓരോന്ന് ഇൻട്രൊഡക്ഷൻ എപ്പോഴാണ്, സെലക്റ്റഡ് ടൂൾസ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സൈറ്റും ഈ ഒരു വീഡിയോ നമുക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫയർ കട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോ കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫറും കൂടെ അതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.